വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പുത്തൻപുലരി ആദ്യം തന്നെ കടക്കുന്നത്. ചെങ്ങന്നൂരിലെ ABVP നേതാവായിരുന്ന വിശാൽ വി കുമാറിനെ ക്യാമ്പസ് ഫ്രണ്ട് മതഭീകരർ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ രാവിലെ 10:30 കേസിലെ 19 പ്രതികളെയും ഹാജരാക്കും. 11 മണിയോടെ വിധി പ്രസ്താവമുണ്ടാകും. 2012 ജൂലൈ 17-നായിരുന്നു വിശാൽ കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി മാവേലിക്കരയിൽ നിന്ന് സുധീഷ് ഗോപാൽ, വിശാലിന്റെ വീട്ടിൽ നിന്ന് M മനോജും ഗോകുൽ രമേശും ചേരുന്നുണ്ട്. ആദ്യം സുധീഷിലേക്ക് പോകാം. സുധീഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു വിധി ഇന്ന് പുറത്തു വരികയാണ്. വേദനയോടെ അല്ലാതെ ആ 19-കാരൻ വിശാലിനെ ഓർത്തെടുക്കാൻ കഴിയില്ല. കാരണം ഭാരതത്തിന് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടമായിരിക്കുന്നു. അത് എടുത്തിരിക്കുകയാണ് ഈ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ. ഇന്നത്തെ ആ ദിവസം എത്രത്തോളം നിർണായകമാണ്? ഈ വിധി പ്രസ്താവം എപ്പോഴുണ്ടാകും സുധീഷ്? അശ്വതി, 2012 ജൂലൈ 16-നാണ് ഇത്തരം ഒരു ക്രൂരമായ കൊലപാതകം. ഒരു തരത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ കൊലപാതകം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. അത്തരത്തിൽ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമായിരുന്നു. ഇവിടെ വിശാൽ എത്തും, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് മുന്നിൽ വിശാൽ എത്തും എന്നതറിഞ്ഞ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരടക്കമുള്ളവർ സംഘടിച്ചെത്തി വളരെ ആസൂത്രിതമായി പ്രത്യേക പരിശീലനം നേടിയവർ നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ് വിശാലിൻ്റേത് എന്നതാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളെല്ലാം തന്നെ നിരത്തിയായിരുന്നു മാവേലിക്കര സെഷൻസ് കോടതിയിൽ ഇതിൻ്റെ വിചാരണ നടന്നത്. ഇതിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കാൻ പോലും സർക്കാർ ആദ്യം അനുവദിച്ചില്ല. പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് പ്രതാപ് ജി പടിക്കലിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഈ കേസിൽ വിചാരണയ്ക്കായി എത്തിക്കുന്നത്. അതിനുശേഷം കൃത്യമായി വിചാരണ നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തെളിവുകളെല്ലാം തന്നെ നിരത്തിക്കൊണ്ടുള്ള ഒരു വിചാരണ തന്നെയാണ് നടന്നത്. ഇതിൽ 20 പ്രതികളാണുള്ളത്. അതിൽ 19 പ്രതികളുടെ വിചാരണയാണ് പൂർത്തിയാക്കി ഇന്ന് ആ കേസിൽ വിധി പറയുന്നത്. ഒരു പ്രതി അന്ന് കൊലപാതകം നടത്തുന്ന സമയത്ത് പ്രായപൂർത്തിയാകാത്തതിനാൽ ജൂനൈൽ ജസ്റ്റിസ് കോർട്ടിലാണ് അവരുടെ ആ കേസിൻ്റെ ഒരാളുടെ മാത്രം കേസിൻ്റെ വിചാരണ നടക്കുന്നത്. ബാക്കി 19 പേർക്ക് ഇതിലുള്ള പങ്ക്, ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, ഇതെല്ലാം സംബന്ധിച്ച കൃത്യമായ തെളിവുകൾ തന്നെയാണ് നിരത്തിയിട്ടുള്ളത്. അതിൽ ഈ കൃത്യത്തിന് പങ്കെടുത്ത ഒരാളുടെ തിരിച്ചറിയൽ രേഖകളടക്കം ആ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്താനും സാധിച്ചിരുന്നു. അതെല്ലാം തന്നെ കോടതിയിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. 55 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 205 രേഖകളും കോടതിയിൽ സമർപ്പിച്ചു. അതിൽ 55 സാക്ഷികളിൽ SFIയെയും KSUവിനെയും പ്രതിനിധീകരിച്ച് വന്ന സാക്ഷികൾ അവർ കൂറുമാറി ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്ക് അനുകൂലമായി മൊഴി നൽകി എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതോടെ ഈ പ്രോസിക്യൂഷൻ അവരെ കൂറുമാറിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അത് രാഷ്ട്രീയമായി തന്നെ അവർക്ക് നൽകുന്ന ഒരു പിന്തുണയുടെ ഭാഗം എന്ന തരത്തിൽ തന്നെയാണ് പൊതുസമൂഹം വരെ വിലയിരുത്തുന്നതും. അത്തരത്തിൽ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതക കേസിലാണ് ഇപ്പോൾ വിധി പറയുന്നത്. വിശാൽ അന്ന് ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികൾക്ക്, 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്വാഗത ചടങ്ങ്, അത് അത്തരം എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അത്തരത്തിൽ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു വിശാലും. അവിടെയാണ് സംഘടിച്ചെത്തിയവർ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. വിശാലിനൊപ്പം തന്നെ വിഷ്ണുപ്രസാദ്, ശ്രീജിത്ത് എന്നീ 2 ABVP പ്രവർത്തകർക്കും അതിക്രൂരമായി തന്നെ അവരെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ നടത്തിയ ആക്രമണമായിരുന്നു. അവർക്കും വളരെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിന്നീട് അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. അവരുടെ എല്ലാ മൊഴികൾ ഈ കേസിൽ വളരെ നിർണായകമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വളരെ ബുദ്ധിശാലിയും പഠിക്കാൻ സമർത്ഥൻ, അതോടൊപ്പം തന്നെ നല്ല സംഘാടകൻ എന്നീ നിലകളിലെല്ലാം തന്നെ വളരെ ശ്രദ്ധ ലഭിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശാൽ. അത് വിവിധ രീതിയിലുള്ള ഈ ലവ് ജിഹാദ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് തടയിട്ടുകൊണ്ടുള്ള വിശാലിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇത്ര കണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെയും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളെയും പ്രകോപിപ്പിച്ചത്. അതിൻ്റെ പേരിൽ വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്നത് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ധരിപ്പിച്ചിട്ടുള്ളതും. അതിൻ്റെ കൃത്യമായ എത്രത്തോളം അത് വന്നിട്ടുണ്ട്, ഇതിൻ്റെ അന്വേഷണം ഏതാണ്ട് വളരെ നീണ്ടുപോയി. ഇപ്പോൾ 13 വർഷത്തിനിപ്പുറമാണ് ഈ കേസിൻ്റെ വിധി പറയുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ആ കേസിൻ്റെ ആദ്യഘട്ട അന്വേഷണങ്ങൾ വളരെ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമായിരുന്നു. പ്രതികളെ കണ്ടെത്തുന്നതിന്, അവരെ അറസ്റ്റ് ചെയ്യുന്നതിനുമെല്ലാം വലിയ രീതിയിലുള്ള വീഴ്ച ലോക്കൽ പോലീസ് ആദ്യ ഘട്ടങ്ങളിൽ വരുത്തിയിരുന്നു. പിന്നീട്
പിന്നീട് ക്രൈംബ്രാഞ്ചിന് കേസിൻ്റെ അന്വേഷണ ചുമതല മാറി. അവരുടെ ഭാഗത്തു നിന്നും അത്ര കണ്ട് വളരെ ഗൗരവതരമായി ഈ കേസിനെ കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ അന്വേഷണത്തിൽ വന്ന പാളിച്ചകളുണ്ട്. തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം ചില ഘട്ടങ്ങളിൽ അത്തരം പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലുമുണ്ട്. എന്തുതന്നെയായാലും ഈ കേസിൻ്റെ അതിനുശേഷം കോടതിയിലെത്തിയണക്കെ കൃത്യമായ വിചാരണകളിൽ അവിടെ കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് തന്നെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസമാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ പേരിൽ ഈ 19 പ്രതികൾക്കും പരമാവധി ശിക്ഷ ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇന്ന് കോടതി ഇപ്പോൾ 10:30 പ്രതികൾ കോടതിയിലേക്കെത്തും. മാവേലിക്കര സെഷൻസ് കോടതിയിലാണ് ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കി ഇന്ന് വിധി പറയുന്നത്. അവിടെ 11 മണിയോടെ ആദ്യ കേസായി തന്നെയാണ് ഈ വിശാൽ വധക്കേസ് ഇന്ന് പരിഗണിക്കുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ 11 മണിക്ക് ഈ കോടതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ ആദ്യമായി തന്നെ വിശാൽ വധക്കേസിൻ്റെ വിധി പ്രസ്താവമാവും ഉണ്ടാകുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി, 2012 ജൂലൈ 16 ഈ 19 വയസ്സുകാരനായ മിടുക്കൻ, മികച്ച സംഘാടകൻ, പഠനത്തിൽ സമർത്ഥൻ, എല്ലാവരുമായിട്ടുള്ള പെരുമാറ്റം, അതിലൊക്കെ എല്ലാവരും അംഗീകരിച്ച ഒരു നേതാവ് കൂടിയാണ് ഈ 19-കാരനായ വിശാൽ. ആ വിശാലിനെയാണ് ഈ 2012 ഈ ക്രിസ്ത്യൻ കോളേജിൻ്റെ ക്യാമ്പസിൽ വെച്ച് രാജ്യവിരുദ്ധ ശക്തികൾ കുത്തി പരിക്കേൽപ്പിച്ചത്. പിന്നീട് ചികിത്സയിലിരിക്കെ അദ്ദേഹം മരണമടയുകയായിരുന്നു.